Hi, welcome to Edubles Learning. കേട്ടറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ സൈക്കോളജിയിൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. തീർച്ചയായും ഈ സീരീസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ ആദ്യം മുതൽ തന്നെ കണ്ടു തുടങ്ങുക. ഈ വീഡിയോയിൽ നമ്മൾ ഒരുപാട് 2016 നവംബറിൽ ചോദിച്ച കാറ്റഗറി 2-ൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും ഉപകാരപ്രദമായ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ നമ്മൾ ഓരോ ഏരിയകളും നോക്കുമ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയ പല ഏരിയകളും നിങ്ങൾക്ക് കാണാം. അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യത്തോടെ നിങ്ങൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റുള്ള ചോദ്യങ്ങളും ഒരു ചോദ്യവും നമുക്ക് വെറുതെ ആവില്ല. കാരണം ഈ ഏതൊക്കെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്നുള്ളത് നമുക്ക് എക്സാം കഴിഞ്ഞാലേ മനസ്സിലാവും. കാരണം എല്ലാ വർഷവും പല രീതിയിലുള്ള, അതായത് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെ ഒരു 5-6 വർഷങ്ങളാണെങ്കിൽ ഈ വർഷങ്ങളിൽ നിന്നൊക്കെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്, അതുമായി കണക്റ്റഡ് ആയ ടോപ്പിക്കുകൾ. പക്ഷേ ഈ മൊത്തം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏരിയകളിൽ നിന്നാണ് പരമാവധി ചോദ്യങ്ങൾ വരാറുള്ളത്. പിന്നെ ഇതിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ അപൂർവമായിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ചോദ്യം നോക്കാം. നിങ്ങൾ നോക്കൂ, ശരിയുത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ചൂസ് ദ കറക്റ്റ് ആൻസർ. അല്ലെ, പിയാഷെയുടെ സിദ്ധാന്തം അനുസരിച്ച് കുട്ടികളിൽ അമൂർത്ത യുക്തി ചിന്ത വികസിക്കുന്നത്. പിയാഷെയുടെ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടതാണ്. ഇതിൽ പിയാഷെയുടെ സിദ്ധാന്തം അനുസരിച്ച് കുട്ടികളിൽ അമൂർത്ത ചിന്ത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത്, അബ്സ്ട്രാക്ട് ആൻഡ് ലോജിക്കൽ തിങ്കിങ് എബിലിറ്റി. അല്ലെ, അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ അമൂർത്ത ചിന്ത. ഫസ്റ്റ് വൺ, സെൻസറി മോട്ടോർ സ്റ്റേജ്. അതിന് മലയാളം കൂടി നോക്കി പോകട്ടോ, ഇന്ദ്രിയ ചാലക ഘട്ടം. അല്ലേ. സെക്കൻഡ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, മനോവ്യാപാര പൂർവ്വഘട്ടം. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, രൂപാത്മക വ്യാപാര ഘട്ടം. ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജ്, ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഇതിൽ ചില സമയത്ത് മലയാളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ചില ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് മാറ്റങ്ങളായിട്ട് വരാറുണ്ട്. ചിലപ്പോൾ മനോവ്യാപാര പൂർവ്വഘട്ടം മറ്റു പേരുകളിലൊക്കെ വരാറുണ്ട്. ഏതായാലും ഇംഗ്ലീഷ് നോക്കിയാൽ സെയിം ആയിരിക്കും. ഇതിൽ നോക്കി, എവിടെയാണ് അബ്സ്ട്രാക്ട് തിങ്കിങ്ങിനെ കുറിച്ച് പറയുന്നത്, ഏത് ഘട്ടത്തിലാണ് ആ ഒരു ചിന്ത വരുന്നത്? തീർച്ചയായും നമുക്ക് ഇതിൻ്റെ ആൻസർ മനസ്സിലാക്കാം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ, ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. നമുക്കറിയാം ഈ ഇതിൻ്റെ സ്റ്റേജസ് തീർച്ചയായും നോക്കൂ. സെൻസറി മോട്ടോർ സ്റ്റേജ് ഏത് വയസ്സ് മുതലാണ്? 0 മുതൽ 2 വയസ്സ്. അതായത് ശൈശവത്തിൽ 2 വയസ്സ് വരെയുള്ള പ്രായമാണ് എന്ത്, സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് വരുന്നത് ആ 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള പ്രായം. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് വരുന്നത് 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെ. പിന്നെ അത് കഴിഞ്ഞാലാണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. ഈ സ്റ്റേജിലാണ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത്. ഒന്ന്, മെൻ്റൽ കപ്പാബിലിറ്റീസ് ഡെവലപ്പ് ടു ദ മാക്സിമം ലെവൽ, അതിൻ്റെ ടോപ്പ് ലെവലിലേക്ക് മാറും. മെറ്റാകോഗ്നിഷൻ ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഡെവലപ്പ്. അല്ലെ, മെറ്റാകോഗ്നിഷൻ, ചിന്തിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അല്ലെ, മെറ്റാകോഗ്നിഷൻ എന്താന്ന് പറയാറുണ്ട്, നമ്മൾ ചിന്തിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിനാണ് എന്ത് പറയാ, മെറ്റാകോഗ്നിഷൻ എന്ന് പറയാം. പ്രോബ്ലം സോൾവിങ്. അതുപോലെ തന്നെ ചിൽഡ്രൻ ബിക്കം കാപ്പബിൾ ഓഫ് ഹൈപ്പത്തറ്റിക്കൽ ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ്ങിന് കപ്പാസിറ്റി ഉണ്ടാകുന്ന അപ്പോഴാണ്. ചിൽഡ്രൻ അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് ത്രൂ ആബ്സ്ട്രാക്ട് ആൻഡ് സയൻറ്റിഫിക് തിങ്കിങ്. അതായത് നമ്മുടെ ചിന്തയുടെ ഏറ്റവും അൾട്ടിമേറ്റ് ലെവൽ വരുന്നത് ഈ ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. തീർച്ചയായും ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, വിലയിരുത്തലിനെ കുറിച്ചുള്ള പുതിയ സമീപനത്തിന് അനുയോജ്യമായ പ്രസ്താവന ഏതാണ്? അതായത് ഇവാലുവേഷൻ അതുപോലെ അസസ്മെന്റ് പ്രധാനപ്പെട്ട 2 ഏരിയകളാണ്. ഇതിൽ അസസ്മെന്റിനെ കുറിച്ച് നമുക്ക് ഏറ്റവും അനുയോജ്യമായ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നോക്കൂ, ഒരു യൂണിറ്റ് തീർന്നതിന് ശേഷം മാത്രം വിലയിരുത്തുക. അങ്ങനെ ഉണ്ടോ? യൂണിറ്റ് തീർന്നാലേ അസസ്മെന്റ് നടത്താൻ പറ്റൂ. അസസ്മെന്റ് ഷുഡ് ബി ഡൺ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് എ യൂണിറ്റ്. ശരിയാണ്, അബ്സല്യൂട്ട് ആണോ? നമുക്കത് സ്യൂട്ടബിൾ ആണെന്ന് നോക്കാം. നെക്സ്റ്റ്, വിലയിരുത്തലിനെ ബോധന പ്രക്രിയയുമായി ഉദ്ഗ്രഥിക്കുക. അതായത് അസസ്മെന്റ് ഷുഡ് ബി ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ദ ഇൻസ്ട്രക്ഷണൽ പ്രോസസ്. ഈ ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സുമായി ഈ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. മൂന്നാമത്തെ നോക്കൂ, വിലയിരുത്തലിൽ പ്രത്യേക പരിശീലനം ലഭിച്ച അധ്യാപകർ മാത്രം വിലയിരുത്തുക. അധ്യാപകർക്ക് പരിശീലനം ലഭിക്കണം, പക്ഷെ നിങ്ങൾ നോക്കൂ, അസസ്മെന്റ് ഷുഡ് ബി ഡൺ ഓൺലി എന്നുള്ളൊരു വാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൺലി ബൈ ടീച്ചേഴ്സ് ഹു ആർ സ്പെഷ്യലി ട്രെയിൻഡ് ഇൻ ദ ഏരിയ ഓഫ് അസസ്മെന്റ്. അങ്ങനെ ഉണ്ടോ? നമ്മുടെ സ്കൂളിൽ എല്ലാ ടീച്ചേഴ്സും അസസ്മെന്റ് നടത്തുക അല്ലേ? പിന്നെ ഇതൊന്നുമല്ല. അപ്പം നിങ്ങൾ നോക്കൂ, ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയ ആൻസർ ഏതാ? വിലയിരുത്തലിനെ ബോധന പ്രക്രിയയുമായി ഉദ്ഗ്രഥിക്കുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അല്ലേ, അതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയി നമുക്ക് പറയാൻ പറ്റുന്ന ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു മാർഗമാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കാവുന്നത്?
ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. അത്തരം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഏതാണ് ടെക്നോളജിക്കൽ അപ്രോച്ച് അല്ലേ, ICT ഒക്കെ ഉപയോഗിക്കുക. മൾട്ടി സെൻസറി അപ്രോച്ച് അല്ലേ, ബഹു ഇന്ദ്രിയ സമീപനം. നമ്മൾ എപ്പോഴും പറയാറുണ്ടാണ് ഒരൊറ്റ സെൻസ് അല്ലേ, പല രീതിയിലുള്ള സെൻസ് ഉണ്ട്. അതിൽ മൾട്ടി സെൻസറി ആയിട്ട് അല്ലേ ചിലപ്പോൾ കണ്ടു പഠിക്കുന്നവരുണ്ട്, കേട്ട് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളാവുമ്പോൾ അവരുടെ അല്ലേ മൾട്ടി സെൻസറി അപ്രോച്ച് തീർച്ചയായും അനുയോജ്യമാണ്. നെക്സ്റ്റ് നോക്കൂ, ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷണൽ അപ്രോച്ച്, വ്യക്തിഗത ബോധന സമീപനം. കാരണം സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് ആ കുട്ടിക്ക് പ്രാധാന്യം കൊടുക്കണം, വ്യക്തിഗത ബോധനവും പ്രാധാന്യം കൊടുക്കണം. തീർച്ചയായും ഈ മൂന്നും ഇവിടെ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഓൾ ഓഫ് ദി എബോവ് ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, എറിക് എറിക്സന്റെ മനോസാമൂഹിക സിദ്ധാന്തത്തിലെ അവസാന ഘട്ടം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതായിരിക്കും? നോക്കൂ, എറിക് എറിക്സൺ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഓരോ കോൺഫ്ലിക്റ്റ്, 8 സ്റ്റേജസ് ഓഫ് കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഘട്ടങ്ങളുണ്ടാവും, മനോസാമൂഹിക സിദ്ധാന്തത്തിലെ ഘട്ടങ്ങളാണ്. അതിൽ താഴെ നോക്കുക, അവസാന ഘട്ടം. ചോദ്യം എന്താണ്? അവസാന ഘട്ടം ഏതാണ് വരുന്നത്? തുടക്കത്തിൽ ഒരു ഘട്ടമായിരിക്കും, അത് കഴിഞ്ഞ അടുത്ത ഘട്ടം ഓട്ടോണമി വിയസ് ഷെയിം അല്ലേ, സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ലജ്ജ, വിശ്വാസം ഓർ അവിശ്വാസം അല്ലേ, ട്രസ്റ്റ് വിയസ് മിസ്ട്രസ്റ്റ്, അഹം ആർജവം വിയസ് നൈരാശ്യം, അതായത് ഈഗോ ഇൻറ്റഗ്രിറ്റി ഓർ ഡിസ്പയർ, ആത്മസ്വരൂപവൽക്കരണം അതായത് ഐഡന്റിറ്റി ഫോർമേഷൻ ഓർ ആശയക്കുഴപ്പം, റോൾ കൺഫ്യൂഷൻ, ഐഡന്റിറ്റി കൺഫ്യൂഷൻ. ഏതാണ് ഇതിൽ? തീർച്ചയായും ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ്? ഈഗോ ഇൻറ്റഗ്രിറ്റി വിയസ് ഡിസ്പെയർ. എറിക് എറിക്സന്റെ കേട്ടോ സിദ്ധാന്തം പഠിച്ചു വെക്കണം. എറിക്സന്റെ ഘട്ടം ഈ 8 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് അല്ലേ, ഇത് തീർച്ചയായും ഇമ്പോർട്ടൻ്റ് ആയൊരു സംഗതിയാണ്. ഇവിടെ നോക്കൂ, ഐഡന്റിറ്റി ക്രൈസിസ് എന്നുള്ളൊരു ആശയം കൊണ്ടുവന്നത് ആരാണ്? ആ കോയിൻ ദ ടേം അല്ലെ, ആ ടേം കോയിൻ ചെയ്തത് അദ്ദേഹം ആരാണ്? എറിക് എറിക്സൺ ആണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഐഡന്റിറ്റി ക്രൈസിസ് എ സ്റ്റേജ് ഓഫ് ഇന്റൻസീവ് അനാലിസിസ് ആൻഡ് എക്സ്പ്ലോറേഷൻ ഓഫ് ഡിഫറെൻറ്റ് വേസ് ഓഫ് ലുക്കിംഗ് അറ്റ് വൺ സെൽഫ് അല്ലേ, അതായത് ഒരു സ്റ്റേജ് ഇന്റൻസീവ് അനാലിസിസ്, കുട്ടി വളരെ തീവ്രമായ അപഗ്രഥനം അതല്ലെങ്കിൽ അനാലിസിസ് വിശകലനം നടത്തും. ആൻഡ് എക്സ്പ്ലോറേഷൻ ഓഫ് ഡിഫറെൻറ്റ് വേസ് ഓഫ് ലുക്കിംഗ് വൺ സെൽഫ്, തന്നെ കുറിച്ചുള്ള ചിന്തയെക്കുറിച്ച് അല്ലേ പല രീതിയിൽ മനസ്സിലാക്കാൻ കുട്ടി ശ്രമിക്കുന്ന ഒരു സമയമാണ് ആ സമയത്താണ് കുട്ടിക്ക് എന്തുണ്ടാകുന്നത്? ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇദ്ദേഹത്തിന് ആ ഘട്ടങ്ങൾ നമുക്കറിയാം. ഈ ഫസ്റ്റ് ഘട്ടം ട്രസ്റ്റ് വിയസ് മിസ്ട്രസ്റ്റ്, ഇതാണ് ഇതിലെ ആദ്യത്തെ ഘട്ടം. ഏറ്റവും അവസാനത്തെ ഘട്ടമാണ് എന്ത്? ഈഗോ ഇൻറ്റഗ്രിറ്റി. ഇതിൻ്റെ ഓരോ പ്രായങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഘട്ടങ്ങളുണ്ട്. നമുക്ക് അഡോളസൻസിൽ കുട്ടികൾ അഡോളസൻസ് പീരീഡ് ഉണ്ടാവുമല്ലോ, ആ സമയത്താണ് എന്ത്? ഐഡന്റിറ്റി വിയസ് അതുപോലെ റോൾ കൺഫ്യൂഷൻ ഒക്കെ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, അധ്യാപിക ക്ലാസ്സിൽ നൽകിയ ഗണിത പസിലിന് ശരിയുത്തരം കണ്ടെത്താൻ സ്വാതിക്ക് കഴിഞ്ഞില്ല. എന്നാൽ വീട്ടിലെത്തിയിട്ടും അവൾ ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് അതൊരു പരിഹരിക്കുന്നതിനുള്ള ഒരു മാർഗം കണ്ടെത്തുകയും ശരിയുത്തരത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇതിനെ താഴെ കൊടുത്തതിൽ ഏതുമായി ബന്ധപ്പെടുത്താം? ശ്രമപരാജയ സിദ്ധാന്തം അല്ലെ, ശ്രമപരാജയ പഠനം, ട്രയൽ ആൻഡ് എറർ ലേണിംഗ്, ഒബ്സർവേഷൻ ലേണിംഗ്, ഇൻസൈറ്റ് ലേണിംഗ്, റിപ്പിറ്റേറ്റീവ് ലേണിംഗ്. ഏതായിരിക്കും? അതായത് കുട്ടി ഒരു പസിൽസ് ആണ്, അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് അതിൻ്റെ ഓരോ വർഷങ്ങൾ ഇങ്ങനെ ആലോചിച്ച്, പക്ഷെ അത് ക്ലാസ്സിൽ നിന്ന് കിട്ടിയില്ല. പക്ഷെ വീട്ടിലെത്തി ആലോചിച്ച സമയത്ത് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനും പറ്റി. ഇത് ഏത് തരം ലേണിംഗ് ആയിരിക്കും? ഏതാണ്? ഒബ്സർവേഷൻ ആണോ ഇൻസൈറ്റ് ലേണിംഗ് ആണോ? തീർച്ചയായും ഇവിടെ ഓപ്ഷനാണ് ഇൻസൈറ്റ് ലേണിംഗ്, ഉൾക്കാഴ്ചാപ്പടം. എന്താണ് ഇൻസൈറ്റ് ലേണിങ്ങിൻ്റെ മറ്റൊരു പേര്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇൻസൈറ്റ് ലേണിംഗ് ജസ്റ്റാൾട്ട് അല്ലേ തിയറിയാണ് ജസ്റ്റാൾട്ട്. ഈ ജസ്റ്റാൾട്ട് ആരതാണ്? കൊഹ്ലറുടേതാണ്. കൊഹ്ലർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെയാണ് വിട്ടുപോയത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൾബർഗിനെ ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. ശരിക്കും അവിടെ മാറിപ്പോയതാണ്. അതിന് തൊട്ടടുത്ത സ്ലൈഡിൽ നമ്മൾ പറഞ്ഞിരുന്നു കോൾബർഗ് നൈതിക വികാസം അല്ലെങ്കിൽ മോറൽ ഡെവലപ്മെൻറ്റിൻ്റെ ആളാണ്. ഓക്കെ, നമ്മളവിടെ മാറിപ്പോയിട്ടുണ്ട്, നിങ്ങളത് ഒന്ന് ശ്രദ്ധിക്കണം. മോറൽ ഡെവലപ്മെൻ്റ് ആണ്. കൊഹ്ലറാണ് ഇത് ജസ്റ്റാൾട്ട്. അതിൻ്റെ മറ്റൊരു പേരാണ് ഇൻസൈറ്റ് ലേണിംഗ്.
ഇവിടെ നമുക്കറിയാം ഓരോ വ്യക്തിയും പ്രത്യക്ഷമാണ്, അതായത് പെർസെപ്ഷൻ്റെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഓരോ വ്യക്തിയിലും ഓരോ കാര്യങ്ങൾ കാണുന്ന കാഴ്ചകൾ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ പഠനത്തിൻ്റെ അടിത്തറ നിർണ്ണയിക്കുന്ന ഈ കാര്യങ്ങളാണ്. നമ്മൾ ചില കാര്യങ്ങൾ വരയ്ക്കാറില്ലേ? അപ്പോൾ ഇങ്ങനെ കുറച്ച് ബബിൾസ് ആണെന്ന് വിചാരിക്കും. ബബിൾസ് നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇവിടെ കുറേ ബബിൾസ് ആണ്, പക്ഷെ നമ്മൾ ഒരു കൂട്ടം ബബിൾസ് കാണും. എന്നാൽ ഞാൻ വേറെ രീതിയിൽ വരയ്ക്കുന്നു. ഇതേപോലെ തന്നെ 5 അല്ലേ, ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നേരത്തെ വരച്ചതും ഇതും എന്താ വ്യത്യാസം? ഇവിടെ ചിലപ്പോൾ നമ്മൾ പെർസിഷനിൽ ഒരു ലൈനിൽ 5 ബബിൾസ് ഉണ്ട്, പക്ഷേ ഇവിടെ കണ്ടോ, ഇതൊരു കൂട്ടമായിട്ട് ഇത് മറ്റൊരു കൂട്ടമായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടുന്നു. ഇതാണ് പെർസെപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പെർസെപ്ഷൻസ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടിയുടെ സ്വയം ബഹുമാനത്തെ ഏറ്റവും കുറവ് സ്വാധീനിക്കുന്നത് അത് സെൽഫ് എസ്റ്റീം. അതിനെ സ്വാധീനിക്കുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. ഏറ്റവും കുറവ്, അതായത് തീരെ സ്വാധീനം കുറവുള്ള ഏരിയ സോഷ്യൽ മീഡിയയുടെ ഇടപെടൽ, ടീച്ചറുടെ അംഗീകാരം, കൂട്ടുകാരുടെ സ്വാധീനം, രക്ഷാകർത്തൃത്വ രീതികൾ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ വളരെ 2016 ചോദിച്ചതാണ്. പക്ഷെ അന്ന് ആൻസർ കൊടുത്തത് സോഷ്യൽ മീഡിയയിലെ ഇടപെടൽ എന്നാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഇടപെടൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരാൻ സാധ്യതയില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഭാഷാ പഠന സംവിധാനം, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, അതിൽ ഈസ് എ സൈക്കോളജിക്കൽ കൺസ്ട്രക്ട് വിച്ച് എംഫസൈസ്, അതിൻ്റെ പ്രാധാന്യം, അത് എന്തിനാണ് എംഫസൈസ് ചെയ്യുന്നത് എന്ന മനഃശാസ്ത്ര ആശയം ഊന്നൽ നൽകുന്നത്. എന്താണ് ഈ ലാഡ് എന്നുള്ള കൺസെപ്റ്റ് ഊന്നൽ നൽകുന്നത് എന്തിനാണ്? എൻവയോൺമെൻ്റൽ ഇൻഫ്ലുവൻസ് ഓൺ ലാംഗ്വേജ് ലേണിംഗ്, നമ്മുടെ ഭാഷാ പഠനത്തിലെ പാരിസ്ഥിതിക സ്വാധീനത്തിനാണ്. എൻവയോൺമെൻ്റൽ ഇൻഫ്ലുവൻസ് ആണോ? ഇമിറ്റേഷൻ ഇൻ ലാംഗ്വേജ് ലേണിംഗ്, ലാംഗ്വേജ് ഒരു ഇമിറ്റേഷൻ, ഒരു അനുകരണമാണ്, അതാണോ? യൂസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ലാംഗ്വേജ് ലേണിംഗ്, ലാംഗ്വേജ് ലേണിംഗിൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ പ്രാധാന്യം, അതായത് എന്ത് ചെയ്യുക, പ്രബലനം നടത്തുക. ലാംഗ്വേജ് ഫാക്ടർ ഇൻ ദ ബ്രെയിനിൽ ഒരു ലാംഗ്വേജ് ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു ഘടകം ഉണ്ട് എന്നുള്ളതാണോ? ഏതാണ് സത്യത്തിൽ ഈ ലാഡ് എന്നുള്ള കൺസെപ്റ്റ് ആയതാണ്? നോം ചോംസ്കിയുടേതാണ്. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് തന്നെ എന്താണ്? നമ്മുടെ ബ്രെയിനിൽ ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഉണ്ട്. അതില്ലേ യൂണിവേഴ്സൽ ഗ്രാമർ ഒക്കെ കൊണ്ടുവന്നില്ല അദ്ദേഹം അല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും? ലാംഗ്വേജ് ഫാക്ടർ ഇൻ ദ ബ്രെയിൻ. ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്ലിയർ? നോം ചോംസ്കി, കോൾബർഗ്, കൊഹ്ലർ, പിയാഷെ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രധാനപ്പെട്ട ആളുകളൊക്കെ, ബ്രൂണർ, ഇവരൊക്കെ നമ്മുടെ ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇവരുടെ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരു പഠന വൈകല്യം ഏതാണ്? ലേണിംഗ് ഡിസബിലിറ്റി ആണ് ഇവിടുത്തെ ചോദ്യം. ഏതാണ്? മെന്റൽ റിട്ടാർഡേഷൻ, ഡിസ്ലെക്സിയ, ADHD, ഓട്ടിസം. ഏതാണ് ഇതിൽ ലേണിംഗ് ഡിസബിലിറ്റി? നമുക്കറിയാം ലേണിംഗ് ഡിസബിലിറ്റി ഡിസ്ലെക്സിയ ആണ് അല്ലേ? ഡിസ്ലെക്സിയ നമ്മൾ പറഞ്ഞു വായനാ വൈകല്യം. എന്നാൽ നമുക്ക് എഴുതാൻ അല്ലേ ഡിസ്ഗ്രാഫിയ, മറ്റൊന്നാണ് ഇത് എഴുതാൻ ഗ്രാഫിയ കേട്ടോ, ഡിസ്ഗ്രാഫിയാണെന്ത്? എഴുതാനുള്ള പ്രയാസം. ഡിസ്കാൽക്കുലിയ, മാത്തമാറ്റിക്സിലുള്ള പ്രശ്നമാണെന്ത്? ഡിസ്കാൽക്കുലിയ. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ലേണിംഗ് ഡിസബിലിറ്റീസ് ഒക്കെ പഠിച്ചു വെക്കാം. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നെക്സ്റ്റ്, കുട്ടികളുടെ വ്യക്തി വ്യത്യാസങ്ങൾ ടീച്ചർ പരിഗണിക്കുന്നുവെങ്കിൽ ടീച്ചർ നോക്കൂ, ടീച്ചർ പേസ് അറ്റൻഷൻ ടു സ്റ്റുഡൻസ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഒരു പോയിന്റാണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അത് ടീച്ചർ പരിഗണിക്കുന്നെങ്കിൽ എന്താണ്? കൺസിഡർ ഓൾ സ്റ്റുഡൻസ് ഈക്വലി, എല്ലാ കുട്ടികളെ ഒരുപോലെ പരിഗണിക്കുക, അതാണോ? കൺസിഡർ ഹൈ അച്ചീവേഴ്സ് ആൻഡ് നെഗ്ലക്ട് ലോ അച്ചീവേഴ്സ്, നല്ല അച്ചീവേഴ്സ് അല്ലേ, നല്ല ഉഷാറായ കുട്ടികളെ പരിഗണിക്കുക, അച്ചീവേഴ്സ് അല്ലാത്ത കുട്ടികളെ നെഗ്ലക്ട് ചെയ്യുക, അവഗണിക്കുക, അതാണോ? ട്രൈ ടു ടീച്ച് ഓൺലി ലോ അച്ചീവേഴ്സ്, ക്ലാസ് തീരെ പഠിക്കാത്ത കുട്ടികളെ ഫോക്കസ് ചെയ്ത് അവർക്ക് മാത്രം പഠിപ്പിക്കുക, അതാണോ? ട്രൈ ടു നോ ദ എബിലിറ്റീസ്, ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഓഫ് ഈച്ച് സ്റ്റുഡൻറ്റ്, ഓരോ കുട്ടിയുടെയും കഴിവുകൾ, അഭിരുചികൾ, താല്പര്യങ്ങൾ ഇതറിയാൻ ശ്രമിക്കുക. ഏതാണ് സത്യത്തിൽ? നിങ്ങൾ ഏറ്റവും ആപ്റ്റായ ആൻസർ പറയൂ. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ടു നോ ദ എബിലിറ്റീസ്, ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഓഫ് ഈച്ച് ചിൽഡ്രൻ, ഓക്കെ, ഈച്ച് സ്റ്റുഡൻറ്റ്.
ഇത് ഈ വീഡിയോയിൽ അവസാനത്തെ ചോദ്യമാണ്. ഇതിൻ്റെ ബാക്കി 20 ചോദ്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നോക്കൂ, തന്നിട്ടുള്ള വിവരങ്ങളെ ചെറു ഘടകങ്ങളായി വിഘടിപ്പിച്ച് വിശകലനം ചെയ്യുന്നതിനെ പറയുന്നത്, നമ്മളൊരു ഇൻഫർമേഷൻ തരികയാണ്, നമ്മൾ അതിനെന്ത് ചെയ്യുന്നു, ഓരോ പാട്ടാക്കിയിട്ട് വിശകലനം ചെയ്യുക അല്ലേ. അതിനിപ്പോൾ ഇവാലുവേഷൻ എന്നാണോ പറയുക, അനാലിസിസ് എന്നാണോ, സിന്തസിസ് എന്നാണോ, ഇൻ്റഗ്രേഷൻ എന്താണ് പറയുക, അതിന് പറയുന്ന പേരാണ് അപഗ്രഥനം അല്ലേ. ഓരോ ചെറിയ ചെറിയ പാട്ടുകളായിട്ട് അതിനെ ഡിസ്കസ് ചെയ്യുന്നതാണ് എന്ത്, അനാലിസിസ്. സോ നമ്മുടെ വീഡിയോയിലെ അവസാനത്തെ ചോദ്യവും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 20 ചോദ്യങ്ങൾ കൂടി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാക്കിയുണ്ട്. തീർച്ചയായും നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കേട്ടിട്ടൊക്കെ പഠിക്കുന്ന, അതുപോലെ LP UP തുടങ്ങിയ എക്സാമുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് സൈക്കോളജി. ഇത് വളരെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ മനസ്സിലാക്കിയാൽ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത എക്സാമിൽ നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു.